ഈ കാണുന്നത് എൻ്റെ പോതത്തോട്ടമാണ്. ഇത് ഏകദേശം 2.5 ഏക്കറുണ്ട്. പക്ഷേ 2 ഏക്കർ ഇപ്പം വെച്ച് തീർന്നില്ല. ഇപ്പോൾ ഒരു 1.5 ഏക്കറുകളെ വെച്ചുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ ഈ മഴക്കാലത്ത് വെക്കണം. ഈ സ്റ്റമ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ പെൻഡിങ് നിൽക്കുകയാണ്. ഇനിയിപ്പം ഇത് മൂത്തിൻ്റെ തണ്ടായി എടുത്ത് വെക്കാവുന്നിടത്താണ്. അപ്പോൾ ഇത് ഈ നിൽക്കുന്ന സാധനം 2 സെറ്റ് വെട്ടി ഇത് മൂന്നാമത്തെ ഇപ്പോൾ വളർന്ന് നിൽക്കുന്നതാണ്. പിന്നെ ഞാനിപ്പം വേറെ കുറച്ച് ഒത്തിരി ആദ്യമൊക്കെ കണ്ടല്ലോ കുറച്ച് തൈകളിപ്പം വെച്ച് വരുന്നുണ്ട്. മൊത്തം ഇത് 2.5 ഏക്കറാണ്. ഇത് റബ്ബർ തോട്ടം നിന്നായിരുന്നു. റബ്ബർ തോട്ടം ഈ പ്രാവശ്യം മറിച്ചപ്പം പോത വെക്കാമെന്ന് പറഞ്ഞ് പോത വെച്ചു. ഞാൻ പൈനാപ്പിൾ ലീഫായിരുന്നു നേരത്തെ മുഴുവൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പൈനാപ്പിൾ ലീഫും ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ പശുക്കൾക്ക് ദഹനത്തിനാണെങ്കിലും കംപ്ലയിൻറ്റ് വരികയില്ല. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1.5 ഏക്കറോളം ഇപ്പം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 ഏക്കർ കൂടെ അടുത്ത വെച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ അത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10-60% പോത കൊണ്ട് പോകാൻ പറ്റും. ബാക്കി പൈനാപ്പിൾ ലീഫ് മതി. ഞാൻ കുറച്ച് പശുകൂടെ വാങ്ങിക്കുന്നുണ്ട്. നേരത്തെ ഇതൊന്നും തികയാതെ വരും. അന്നേരം നമുക്ക് ഈ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാൽ ഉൽപ്പാദനം കൂടുന്നുണ്ടെങ്കിൽ വല്ല സ്ഥലവും കുറച്ച് പാട്ടത്തിനടുത്ത് കൊണ്ട് കൃഷി ചെയ്യണമെന്നുള്ള താല്പര്യത്തിലാണ് നിൽക്കുന്നത്. ഇത് രണ്ടും കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇപ്പം കൊടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ ഫലം എന്നുള്ളത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പാല് കൂടുതൽ കിട്ടുമായിരിക്കും. സൂപ്പർ നിപ്പിയർ ആയതുകൊണ്ടേ അതിന് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുണ്ടല്ലോ. ഈ സൂപ്പർ നിപ്പിയർ ആണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് വെട്ടിയാലും ചീയല്ല. മറ്റ് CO3 ഒക്കെ ആണെങ്കിൽ മഴക്കാലത്ത് വെട്ടി ചീഞ്ഞു പോകും. ഇത് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ മഴക്കാലത്ത് നല്ലപോലെ നനയ്ക്കണം. എനിക്കൊരു കുളമുണ്ട്. അതിൽ നിന്ന് മോട്ടർ വെച്ച് വേനൽക്കാലത്ത് നനയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം മഴക്കാലത്ത് ഇപ്പം പ്രശ്നമൊന്നുമില്ല. നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി യൂറിയ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു 40 ദിവസം ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഇത് വളർന്നു വരും. നമുക്ക് വീണ്ടും വെട്ടാൻ പറ്റും. അപ്പം യൂറിയ നമ്മൾ കൊടുക്കണം. ഈ ചാണകവും ഒക്കെ കൊടുത്താൽ നല്ലതാണ്. പക്ഷേ പ്രായോഗികമായിട്ടൊന്നും നടക്കുന്ന കാര്യമില്ല. യൂറിയ ആണെങ്കിൽ ചുമ്മാ തൂളി വിട്ടാൽ പോരെ. ഈ ചാണകമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ചാണകവും മൂത്രവും കൂടെ ആണെങ്കിൽ നല്ലതാണ്. പക്ഷേ നമ്മളത് എപ്പോഴും അത് പ്രായോഗികമായിട്ട് നടക്കണമെന്ന് തോന്നുന്നില്ല. യൂറിയ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിതറി പോകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 10-30 പശുക്കൾക്കുള്ള തീറ്റയും നമുക്ക് ഈ 2.5 ഏക്കറിൽ നിന്നും പിന്നെ കുറച്ചുകൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളി ഈ പോതയെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫിന് വില നമ്മൾ കൊടുക്കണമല്ലോ. ഇതിപ്പം നമുക്കതില്ലല്ലോ. അങ്ങനെയാണ് നമ്മുടെ കൃഷി രീതി ഇപ്പോഴത്തെ. നമ്മൾ പോത കൃഷി ചെയ്യുമ്പോഴേ നമ്മൾ JCBക്ക് നല്ലപോലെ നില ഉഴുതണം. എന്നാന്ന് വെച്ചാൽ തറച്ച മണ്ണിൽ ഇതിൻ്റെ വേരോട്ടം കുറവായിരിക്കും. അപ്പം ഞാൻ പാകിയെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് കണയെടുത്തിട്ട് ഇത് മണ്ണിനകത്ത് കുഴിച്ചിടുക, പൂർണ്ണമായും കുഴിച്ചിടുക. അപ്പം അതുകൊണ്ട് നമ്മൾ വേനൽക്ക് നട്ടാൽ പോലും നമുക്ക് വലിയൊരു ഉണക്കൽ വരുന്നില്ല. അപ്പോൾ അത് തന്നെ അപ്പം നമുക്ക് കൂടുതൽ മുള കയറി വരികയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്തത്. അപ്പം നമ്മൾ നേരത്തെയൊക്കെ കിട്ടിയിട്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം തന്നെ കിളുത്ത് വന്നായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ നേരെയായി നട്ടിക്കുന്നത്. ഇപ്പോൾ ആ പരിപാടി നിർത്തിയിട്ട് ഇപ്പം ഇങ്ങനെയാണ്. ഇത് ഒരു വെച്ച് നമ്മളൊരു 15 ദിവസമൊക്കെ ആകുമ്പോൾ ഒരു ഇച്ചിരി യൂറിയ അങ്ങ് തൂളി കൊടുക്കണം. അത് കഴിഞ്ഞൊരു 30 ദിവസം നമ്മൾ ഇച്ചിരി യൂറിയയും ചാണകവെള്ളം കൂടെ കൊടുത്താൽ ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടും. പിന്നീട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം കിളുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 15 ദിവസം ഇച്ചിരി യൂറിയ ഇട്ട് കൊടുത്താൽ മതി. ഈ ഷൂ എന്നും പറഞ്ഞാൽ വളർന്നോളൂ. നമുക്കിവിടെ നമ്മുടെ ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിയ ഒരു പോതത്തോട്ടമുണ്ട്. 10-12 ഏക്കർ പോത കൃഷി ചെയ്ത് പുള്ളി അത് വിൽക്കുന്നതാണ്. അത് വേനൽക്കാലത്തൊക്കെ കർഷകർ ഭയങ്കര ഡിമാൻഡാണ് അവിടെ. അത് കിലോയ്ക്ക് പുള്ളി 3 രൂപയ്ക്ക് പുള്ളി ചെത്തി കെട്ടാക്കി വീട്ടുമുറ്റത്ത് ഇട്ട് കൊടുക്കും. നമ്മൾ വണ്ടിക്ക് വന്ന് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഈ 3 രൂപയ്ക്കും നമ്മൾ വേനൽക്കാലത്ത് കച്ചി കൊടുക്കുന്നതിനേക്കാൾ പ്രയോജനമാണ്. കച്ചി കൊടുത്തു കഴിഞ്ഞാൽ പാലൊന്നും കിട്ടത്തില്ല. ഈ 3 രൂപയ്ക്ക് ഈ പോത കിട്ടുക എന്ന് പറഞ്ഞാൽ ലാഭമാണ്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് നാളൊക്കെ എടുക്കുമായിരുന്നു. അത് ഞാൻ പരിപാടി നിർത്തി. ഇപ്പോൾ ഈ പുള്ളിക്ക് നല്ല സെയിലാണ്. വേനൽക്കാലത്തൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അത് 3 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കും കർഷകന് നഷ്ടമൊന്നുമില്ല. നമ്മളൊരു ശരാശരി ഒരു 30 കിലോ പോത ഒരു പശുവിന് കൊടുത്താൽ നല്ലതാണ്. അത് പശുവിൻ്റെ ഏറ്റവും നല്ല ആരോഗ്യത്തിന്. പക്ഷേ 30 ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 30 മിനിമം കൊടുത്തിരിക്കണം. അതിന് മേളിലേക്ക് ഇത് തിന്നുമെങ്കിൽ കൊടുത്താൽ ഈ പോതയും പുല്ലും ഒക്കെ എന്തുമാത്രം പശുക്കൾക്ക് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇവരുടെ വയറ് നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെല്ലറ്റിൻ്റെ അളവ് ചെറിയ തോതിലേക്ക് കുറയ്ക്കുകയും ചെയ്യാം. വലിയ വലിയ വ്യത്യാസമൊന്നും വരുത്തുമില്ല. ഈ കൊള്ളം ഒരു പാറമണക്കാർ വന്ന് ക്രഷറുകാർ വന്ന് ഇത് പാറ പൊട്ടിച്ചെടുത്തിട്ട് പോയതാണ് ഒരു 25 വർഷം മുമ്പ്. ഇത് നല്ല ആയമുണ്ട്. ഇതിനകത്ത് വേനൽക്കാലത്തും ഒരു 15 അടി വെള്ളം കിടക്കും. നമ്മൾ ഒരു 2 മാസം മോട്ടറടിച്ചാൽ പോലും ഒരു 15 അടി വെള്ളം കിടപ്പുണ്ട്. വെള്ളം അത്ര ശുദ്ധമല്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് പോത നനയ്ക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. നമുക്ക് വേറെ വീട്ടാവശ്യത്തിനും പശുക്കളിലേക്കുള്ളത് വേറെ വെള്ളമുണ്ട്. ഇതിനായിട്ട് മാത്രമേ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് പോത കുറച്ചുകൂടി ഉണ്ടെങ്കിലും നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യമുണ്ട്. 15, 16, 17, 18, 19, 20, 21, 22. ഇപ്പോൾ ഈ മൂട്ടിൽ തന്നെ പോലും 24 മുളയുണ്ട്. ഇതിപ്പം നമ്മൾ
ആദ്യം ഒന്ന് കെട്ടി, ഇത് മൂന്നാമത്തെ കട്ടിങ്ങിന് വേണ്ടി ആയിരിക്കുന്നതാണ്. മൂന്നാമത്തെ കട്ടിങ് തന്നെ നമുക്ക് 24 മുളയായി. ഇനിയിപ്പോൾ അടുത്ത കട്ടിങ് ആകുമ്പോഴത്തേക്ക് ഇത് കട്ടിച്ച് അടുത്ത് വരുമ്പോഴത്തേക്ക് ഇനി 24 എന്നുള്ളൊരു 30 മേളിലായിരിക്കും അടുത്ത മുള. നമുക്കിത് 1.5 വർഷം ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു മൂടുണ്ടെങ്കിൽ ഒരു പശുവിന് ഒരു ദിവസം കൊടുക്കാവുന്ന കണ്ടീഷനിലേക്ക് വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ എണ്ണം കുറവാണ്. അത് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ആയി വരും. നമുക്ക് ഒരു മൂട് കൊണ്ട് ഒരു ദിവസം ഒരു പശുവിനെ പറഞ്ഞു വിടാവുന്ന അവസ്ഥ വരും.